നിന്റെ ജീവന്റെ തുടിപ്പ് ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നു തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ നിന്നെ ഓർത്തു മാത്രമായിരുന്നു ഉമ്മ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയത്. നീ ഒരു ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഉമ്മ എത്രമേൽ വേദന സഹിച്ചു എന്ന് നിനക്കറിയാമോ? നമുക്കറിയാം പ്രസവ വേദന എത്രത്തോളം ഭയാനകമാണ് എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വേദനകളൊക്കെ സഹിച്ച് നിന്റെ പിറവി ഒരുപാട് സന്തോഷിച്ച ആ ഒരു ഉമ്മ, നീ ഓരോ തവണ കരയുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ നിന്നോടൊപ്പം ചേർന്നിരുന്ന, നിന്റെ വളർച്ച നോക്കിക്കണ്ടിരുന്ന ആ ഒരു ഉമ്മ, നിന്റെ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ നിന്റെ ഉപ്പ ഇതിനുമ്മയെയും നിന്നെയും വിട്ടു പോയിരുന്നു. അപ്പോഴൊന്നും ആ ഒരു ഉമ്മ തളർന്നിട്ടില്ല. കാരണം നീ ഉണ്ടല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു, നിനക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു വാശിയായിരുന്നു. പലരുടെയും മുന്നിൽ കൈനീട്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ഒരു ഉമ്മാക്ക്, നിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കണം. നീ ഉണ്ടാവും ആ ഒരു ഉമ്മക്ക് എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടായിരുന്നു. നിന്റെ പല വാശികളും ആ ഉമ്മ നടത്തിത്തരുമ്പോഴൊക്കെ നിന്റെ സന്തോഷം മാത്രമായിരുന്നു ആ ഉമ്മ പ്രതീക്ഷിച്ചിരുന്നത്. ആ ഉമ്മക്ക് നേരെ നീ ആയുധവുമായിട്ട് പോയപ്പോൾ എത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന് നീ എപ്പോഴെങ്കിലും നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? കൂട്ടുകൂടിയിട്ട് നീ ചീത്തയാവുന്നു എന്ന് മനസ്സിലായ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം ആ ഒരു മാതൃഹൃദയം എത്ര വേദനിച്ചിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ അതിൽ നിന്നൊക്കെ വെളിയിലേക്ക് വരണം, അതൊന്നും പാടില്ല എന്ന് നിന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ഉമ്മാനോട് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. പക്ഷെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ആ ഉമ്മ ഓരോ തവണയും നിന്റെ പിന്നാലെ കൂടി നിന്നെ നേർവഴിയിലേക്ക് നടത്തിക്കാൻ ശ്രമിച്ചിരുന്നത്. മയക്കുമരുന്ന് എന്ന് പറയുന്ന ആ ഒരു വിഷത്തെ, അതല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ആ ഒരു അവസ്ഥയെ, അത് നിന്നെ പിടികൂടി എന്ന് മനസ്സിലാക്കിയപ്പോൾ നിന്നെ അതിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിൽ പല ട്രീറ്റ്മെന്റുകൾ നിനക്ക് തരാൻ വേണ്ടിയിട്ട് ആ ഉമ്മ ഉറക്കൊഴിഞ്ഞ് നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു, നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നീ അതൊന്നും മനസ്സിലാക്കിയില്ല. നീ അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എനിക്ക് ജന്മം നൽകിയതാണ് നിങ്ങൾ ചെയ്ത തെറ്റ് എന്ന്. അതൊരു തെറ്റാണോ? എങ്ങനെയാണ് നിനക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? നീ അവസാനം ആ ഒരു ആയുധവും എടുത്ത് ആ ഉമ്മാക്ക് നേരെ പോയില്ലേ? അപ്പോഴും ഒരു ഭയപ്പാട് ആ ഉമ്മയിൽ കാണില്ല, ആ ഒരു കണ്ണുകളിൽ. കാരണം എന്താണോ, ഞാൻ നൊന്ത് പെറ്റ ഉമ്മയാണല്ലോ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ആ ഉമ്മ. പക്ഷെ നീ ഒരു ദയയും കാണിക്കാതെ ആ ഉമ്മയുടെ കഴുത്ത് മുറിച്ച് തീർക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർന്നൊലിക്കുമ്പോഴും നീ ശപിച്ചു കാണില്ല. കാരണം ഉമ്മ ആ കഴുത്തിന്റെ മുക്കാൽ ഭാഗവും മുറിഞ്ഞു തീർന്ന് നീ പരിഭ്രാന്തമായിട്ട് നിന്റെ മുഖത്തേക്ക് തെറിച്ച രക്തത്തുള്ളികൾ നിന്നെ കൂടുതൽ ആവേശം കൊള്ളിച്ചെങ്കിലും ആ ഉമ്മ എത്രമേൽ വേദനിച്ചു എന്ന് നീ എപ്പെങ്കിലും ഓർത്തിട്ടുണ്ടോ? അവിടുന്ന് നീ ഓടി മറയുമ്പോൾ നിന്റെ കാല് തട്ടി നീ അവിടെ വീണ് നീ പിന്നെയും എഴുന്നേറ്റോടാൻ നോക്കുമ്പോ നീ ഒന്ന് തിരിഞ്ഞു നോക്കണമായിരുന്നു ആ ഉമ്മയുടെ കണ്ണുകളിലേക്ക്. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയോ എന്നായിരിക്കും ആ ഉമ്മയുടെ ചിന്ത. അതാണ് ഉമ്മ എന്ന് പറയുന്നത്. വെറുതെ അല്ല പടച്ചോൻ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്നൊക്കെ പറയുന്നത്.
ഉമ്മാക്ക് പകരം വേറെ ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. ഉമ്മ സ്നേഹിക്കുന്നത് പോലെ നമ്മെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഉമ്മ ചേർത്ത് വെക്കുന്നത് പോലെ മറ്റാരും നമ്മുടെ കുറവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചേർത്ത് വെക്കുന്ന വേറെ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ആ ഉമ്മയാണ് നീ ഇല്ലാതാക്കി കളഞ്ഞത്. നീ ഒന്ന് മനുഷ്യനാണെന്ന് പറയാൻ ഒരിക്കലും മനുഷ്യരായിട്ടുള്ള ആൾക്കാർക്ക് കഴിയില്ല. ലഹരി എന്ന് പറയുന്ന ആ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് നിന്നെ എന്താണോ കൊണ്ടെത്തിച്ചത്, അവരൊക്കെ ഇതിന് സമാധാനം പറയാതെ കടന്നു പോവില്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് നമുക്ക് ഉണർത്താനുള്ളത്, ഈ ലഹരി നിങ്ങൾ അറിയാതെ എത്തിപ്പെടുന്നതായിരിക്കാം. എന്നാൽ അതിലേക്ക് ഒരിക്കൽ പോലും നിങ്ങൾ കടന്നു ചെല്ലാൻ ശ്രമിക്കരുത്. സൗഹൃദവും സന്തോഷവും മറ്റെന്തൊക്കെ നിങ്ങൾക്ക് പ്രധാനമായി കിട്ടുമെന്ന് കരുതിയാലും ലഹരിയുടെ ഭാഗത്തേക്ക് ഒരിക്കൽ പോലും കടന്നു ചെല്ലരുത്. അത് നിങ്ങളെ മനുഷ്യനല്ലാതെയാക്കി കളയും. മൃഗതുല്യനെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം മൃഗങ്ങൾ പോലും അവരുടെ മാതാപിതാക്കളെയൊന്നും ഇതുപോലെ ക്രൂരമായിട്ട് ആക്രമിക്കില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന ലഹരിയെ ഒരിക്കൽ പോലും രുചിക്കാനോ മണക്കാനോ, അതല്ലെങ്കിൽ ഒരു പഫ് എടുക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് വെറുതെ തമാശക്ക് അത് നിൽക്കരുത്. കാരണം നിങ്ങളുടെ സന്തോഷം മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ സന്തോഷം പോലും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ലഹരിയെ നമുക്ക് എന്നേക്കുമായിട്ട് അകറ്റി നിർത്താം.